Good morning. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് പോളിനോമിയൽ. ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സ് റൈറ്റ് പി ഓഫ് വൺ. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ നോക്കാം. ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സ്, അതായത് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് വൺ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. നമുക്ക് നോക്കാം അത് ഏത് തിയറം എന്ന് ചോദിച്ചാൽ അതാണ് ഫാക്ടർ തിയറം എന്ന് പറയും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഫാക്ടർ തിയറം? ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഇത് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ. എക്സ് മൈനസ് വൺ എന്നുള്ളത് ഏതിന്റെ ഫോമിലാണ്? എക്സ് മൈനസ് എ. ഫാക്ടർ ഓഫ് പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒന്നുമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏതാണ്? എക്സ് മൈനസ് വൺ. നോക്കിയേ, എക്സ് മൈനസ് ഈ ഭാഗത്ത് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സിന്റെ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് വൺ എന്ന് പറയുന്നത് ഇവർ പറയുന്നതനുസരിച്ച് അങ്ങനെ ആണെങ്കിൽ കണ്ടോ, ഈ എക്സ് മൈനസ് എ, ഈ എ ആണ് നമ്മളിവിടെ ഇതിന്റെ സ്ഥാനത്ത് എഴുതുന്നത്. ഇവിടെ എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഈ പി ഓഫ് വൺ കണ്ടോ, ഇതാണ് പി ഓഫ് വൺ ആയിട്ട് എടുക്കുന്നത്. ആൻസർ എത്ര ആയിരിക്കണമെന്ന് അവർ പറഞ്ഞേക്കുന്നത്? 0. അപ്പൊ പി ഓഫ് വൺ എത്രയായിരിക്കും? 0. അപ്പൊ എപ്പോഴും നോക്കുക, കൂടുതലൊന്നും ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെയൊന്നും എഴുതി വെക്കേണ്ട, ഫാക്ടർ തിയറം ഒന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട. ഇത്ര നോർത്താൽ മതി. നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ ഫാക്ടർ ആണെന്ന് പറഞ്ഞെങ്കിൽ പി ഓഫ് വൺ, ഇതാണ് എക്സ് മൈനസ് വൺ ആണ്. അപ്പൊ പി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇത് അത് ശ്രദ്ധിക്കണം. ഫാക്ടർ ആണെങ്കിലേ ഉള്ളൂ കേട്ടോ. ഫാക്ടർ അല്ലെങ്കിൽ 0 ആയിരിക്കത്തില്ല. ഫാക്ടർ ആണെങ്കിൽ അതിന്റെ ആൻസർ പി ഓഫ് വൺ, അതായത് നമ്മുടെ പി ഓഫ് എ എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ പി ഓഫ് വൺ എന്ന് പറയുന്ന ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനോട് നോക്കാം. ഇതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തോട് നോക്കിയേ. റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സ്ക്വയർ എന്ന് കണ്ടപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആയി. ഇതിനെ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഇത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് ഇവിടെ ഉണ്ട് എക്സ്, ഇവിടെ ഉണ്ട് എക്സ്. എക്സ് കോമൺ ആണല്ലോ. അപ്പൊ എക്സ് വെളിയിൽ എടുക്കാൻ പോണേ. എക്സ് വെളിയിലെടുത്തു, ഒരു എക്സ് വെളിയിലെടുത്തു. ഇനി ഇവിടെ എത്ര എക്സ് ഉണ്ടായിരുന്നു? 2 എക്സ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 എക്സ് ഉണ്ടെന്നല്ലേ. അപ്പോൾ ഒരു എക്സ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി പിന്നെ ആരുണ്ട്? ഒരു എക്സ്. സൈൻ കൊടുത്തു, പ്ലസ്. ഇവിടെ ഒരു എക്സേ ഉള്ളായിരുന്നു, അത് ഓൾറെഡി നമ്മൾ വെളിയിൽ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എക്സ് ഇല്ല, പക്ഷെ അതിന് വേറെ ആരുണ്ട്? 1 ഉണ്ട്. കാരണം ഇത് മൾട്ടിപ്ലിക്കേഷൻ വന്നാല് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 1, 1x എക്സ്. ഇതാണ് ആൻസർ. കിട്ടിയില്ല? ഇത് രണ്ടും നോക്കി, ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് കോമൺ ഫാക്ടർ വെളിയിൽ എടുത്തിട്ട് ബാക്കി നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്. എന്തിനാ നമ്മൾ കളയുന്നതല്ലേ? 1 മാർക്കും നമുക്ക് 100-ന്റെ കൂട്ടണമല്ലേ. അപ്പൊ ഇതൊന്നും കളയല്ലേ. ഇതെല്ലാം വിടാതെ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, താങ്ക് യു.